സംസ്ഥാനത്തെ സർക്കാർ ഓഫീസുകളിലെ വിവരങ്ങൾ പൊതുജനങ്ങളിൽ നിന്ന് ബോധപൂർവം മറച്ചുവെക്കുന്ന പ്രവണത കൂടുന്നുവെന്ന് വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീം. വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷകളിൽ വിവരം കയ്യിലുണ്ടായിട്ടും നൽകുന്നില്ലെന്നാണ് വിമർശനം. ഈ പ്രവണതയ്ക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ഉണ്ടാകുമെന്നും എ അബ്ദുൽ ഹക്കീം വ്യക്തമാക്കി. കാസർഗോഡ് കളക്ടറേറ്റിൽ നടന്ന വിവരാവകാശ കമ്മീഷൻ സിറ്റിംഗിനിടെയാണ് പ്രതികരണം. വിവരാവകാശ നിയമം ജനാധിപത്യത്തിൽ പൗരനെ അധികാരത്തിൽ പങ്കാളിയാക്കാനുള്ള നിയമനിർമ്മാണമാണ്. ഭരണപ്രക്രിയയിലെ വിവരങ്ങൾ അറിയാനുള്ള പൊതുജനങ്ങളുടെ അവകാശത്തെ ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ അട്ടിമറിക്കുന്നുവെന്നും വിവരാവകാശ കമ്മീഷണർ എ അബ്ദുൽ ഹക്കീം കുറ്റപ്പെടുത്തി. ഇതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ 4 പറയുന്നതനുസരിച്ച് എല്ലാ ഓഫീസുകളും അവിടെയുള്ള വിവരങ്ങൾ സ്വമേധയാ പബ്ലിഷ് ചെയ്യണമെന്നാണ്. അങ്ങനെ പബ്ലിഷ് ചെയ്യാത്തവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ അടുത്ത സമയത്ത് വീണ്ടും കമ്മീഷണറോട് നിർദ്ദേശിച്ചിരിക്കുകയാണ്. വിവരങ്ങൾ കയ്യിലുണ്ടായിട്ടും അപേക്ഷകന് നൽകാതിരുന്നാൽ 25,000 രൂപ പിഴ ഈടാക്കും. വകുപ്പുതല അച്ചടക്ക നടപടിയും ഉണ്ടാകും. വിവരം സമയത്ത് ലഭിക്കാത്തതിനാൽ അപേക്ഷകർക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ നിശ്ചയിക്കുന്ന നഷ്ടപരിഹാരം നൽകേണ്ടിവരുമെന്നും വിവരാവകാശ കമ്മീഷണർ വ്യക്തമാക്കി. 24 കാസർഗോഡ്. 24 അഞ്ചിന്റെ വജ്രത്തിളക്കം.